ഞാൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളൂ പുറത്തിറങ്ങിയപ്പോൾ. അതിലൊന്ന്, ഇന്ന് രാവിലെയാണ് എന്റെ അടുത്ത് ഒപ്പിടാനും ഇതിന്റെ പ്രൊസീഡിങ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ എത്തി പുറത്തേക്ക് വരുന്നത് എന്നും അതിന് എന്തോ ടെക്നിക്കൽ സൈഡിന്റെ ഒരു ഡിഫക്ട് കൊണ്ടാണ് ഇന്നലെ പുറത്തിറങ്ങാൻ സാധിക്കാത്തത് എന്നുമാണ് ഞാൻ അറിയാൻ സാധിച്ചത്. രണ്ട്, ഞാൻ പറഞ്ഞിരുന്നു ജാമ്യം എടുക്കാൻ ആൾക്കാരില്ലാതെ 10,000 രൂപ അതുപോലെയുള്ള ചെറിയ ചെറിയ സംഖ്യകൾ ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് ഏറ്റിരുന്നു. മാത്രമല്ല ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 1 കോടി രൂപ അതിന്റെ ഒരു ലീഗൽ എയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ കോടതിയെ ധിക്കരിച്ചുകൊണ്ട് ആണ് ഞാൻ പുറത്തിറങ്ങാതിരുന്നത് മനഃപൂർവ്വം എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും കാലം കോടതിയെ ബഹുമാനിച്ചിട്ടുള്ളൂ. ഞാനൊരു ബിസിനസ്മാൻ ആണ്. ഇപ്പോഴും ഫ്യൂച്ചറിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യും. അല്ലാത്തൊരു വിവരക്കേടും ഞാൻ ചെയ്യില്ല എന്നതാണ്. പിന്നെ ഞാൻ മാപ്പ് പറയുകയുണ്ടായി. എന്റെ വാക്കുകൾ കൊണ്ട് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയാൻ എനിക്ക് യാതൊരു വക മടിയോ കോംപ്ലക്സോ ഈഗോയും ഇല്ല എന്നാണ്. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. കോടതിയെ ധിക്കരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഒരിക്കലും എന്റെ വിവരത്തിനനുസരിച്ച് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ആരാ അങ്ങനെ ചെയ്യുക? കോടതിയെ ധിക്കരിക്കുക എന്തിനു വേണ്ടിയിട്ട്? ഒരിക്കലും ചെയ്യില്ല. അതുപോലെ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. ഇന്നലെ ബോച്ചെ ഒപ്പിടാൻ വിസമ്മതിച്ചു ബോണ്ടോ വാട്ടെവർ പേപ്പറിന്. ഇന്നലെ അതൊക്കെ രേഖാമൂലം നോക്കിയാൽ കാണാം. ഇന്നലെ എന്റെ അടുത്ത് ആരും തന്നെ ഒരു കടലാസും ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ അവിടെ പരിശോധിച്ചാൽ കാണാൻ. ശേഷം എന്താ ടെക്നിക്കൽ ഡിഫക്റ്റ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അതെന്താണ് എന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷെ ഇതാണ്, ഒരിക്കലും കോടതിയെ ധിക്കരിക്കാനല്ല, അതുപോലെയുള്ള ന്യൂസുകളാണ് കണ്ടുവരുന്നത്. തെറ്റായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും ഞാൻ ഒരാളെയും വേദനിപ്പിക്കാൻ എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാറില്ല. പറ്റാവുന്ന സഹായങ്ങളെ ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് എന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണ്. ഞാൻ പൊതുവെ തമാശ രൂപേണ ആണ് കാര്യങ്ങൾ സംസാരിക്കാറ്. ഇത് മാത്രമല്ല, ആണുങ്ങളോടായാലും പെണ്ണുങ്ങളോടൊക്കെ തമാശ രൂപേണ അത് അവർ പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. ഒരിക്കലും നെഗറ്റീവ് വരണ ഒരാളെ മോശമാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറില്ല എന്നതാണ് ഏറ്റവും വാസ്തവം. തീർച്ചയായിട്ടും കോടതി അവിടെ നിർദ്ദേശിച്ച പ്രകാരം അനുസരിച്ചുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തമാശകളാണെങ്കിലും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായി. മനഃപൂർവ്വം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കും ആ കാര്യത്തിൽ. കാരണം നമ്മൾ കാരണം ഒരാൾക്കും ഒരു വേദന ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആള് തന്നെയാണ്.